ഗസ്റ്റുമായി 3 ദിവസത്തെ ഒരു ചെറിയ ഹണിമൂൺ പാക്കേജ് പോയ ഒരു വീഡിയോ ആണിത്. നമ്മൾ കല്ലുവാതുക്കൽ നിന്നായിരുന്നു ഗസ്റ്റിനെ പിക്കപ്പ്. കല്ലുവാതുക്കൽ രാജ റെസിഡൻസിലായിരുന്നു ഗസ്റ്റിന് സ്റ്റേ. കല്ലുവാതുക്കൽ ബേസ് ചെയ്ത ഒരു ഗസ്റ്റ് ആയിരുന്നു. അവർ പുറത്തുനിന്ന് വന്നതാണ്. അവർ താമസിക്കുന്നത് ഇവിടെ അല്ല, കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർ കല്ലുവാതുക്കൽ രാജയിലായിരുന്നു അവർക്ക് സ്റ്റേ. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ ഗസ്റ്റിനെ പിക്ക് ചെയ്ത് നേരെ കല്ലുവാതുക്കൽ നിന്ന് നേരെ നടക്കൽ നിന്ന് കൊട്ടാരക്കര ഏനാത്ത് ആ റൂട്ട് നേരെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പാഞ്ചാലിമേടായിരുന്നു ഫസ്റ്റ് വ്യൂ പോയിൻ്റ്. പാഞ്ചാലിമേട്. ഇന്നത്തെ ദിവസം സ്റ്റേ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് തേക്കടിയിലാണ് സ്റ്റേ വരുന്നത്. നമ്മൾ ഫസ്റ്റ് പോയിൻ്റായ പാഞ്ചാലിമേടാണ് നമ്മൾ ഈ കാണുന്നത്. പാഞ്ചാലിമേടിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്ന കാറ്റാണ്. നല്ല പ്രദേശമായതുകൊണ്ട് നല്ല കാറ്റാണ് പാഞ്ചാലിമേട്ടിൽ എപ്പോഴും. അതുപോലെ തന്നെയാണ് ഇവിടെ മിന്നലേക്കാനുള്ള സാധ്യത, മഴക്കാലത്ത് മിന്നലേക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് പാഞ്ചാലിമേട്ടിൽ. അതവിടെ ബോർഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ അവിടെ പാഞ്ചാലിമേടിൻ്റെ ഫ്രണ്ടിലത്തെ ഗേറ്റിൻ്റെ അവിടെ വരെ മാത്രമേ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. പിന്നെ മുകളിലോട്ട് അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ കയറിപ്പോകണം. ഒരു ദേവീക്ഷേത്രമുണ്ട് പാഞ്ചാലിമേട്ട്. ആ ദേവീക്ഷേത്രത്തിലോട്ട് പോകുന്നവർക്ക് കുറച്ച് അകത്ത് വരെ വണ്ടി കയറ്റി പോകാം. എന്നിരുന്നാലും വണ്ടി വെളിയിൽ പാർക്ക് ചെയ്തിട്ട് കയറി പോകണമായിരിക്കും നല്ലത്. ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വ്യൂ ആണ്. അതായത് നമ്മൾ പണ്ട് ഈ ഫോട്ടോയിലും സിനിമയിലൊക്കെ കണ്ട വരെയുള്ള കാട്ടിനകത്തെ ക്ഷേത്രം എന്ന് പറയത്തില്ലേ, ആ രീതിയിലുള്ള അമ്പലമാണ്. അപ്പം ഞാൻ ഇത് പോയത് മകരം 1-ാം തീയതിയാണ്. മകരം 1-ാം തീയതിയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് മകരവിളക്ക് കാണുന്നതിനും മറ്റുമായിട്ട് ഒരുപാട് അയ്യപ്പഭക്തർ അതിൻ്റെ അമ്പലത്തിന് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. മകരവിളക്ക് വൈകുന്നേരത്താണ്. എന്നാലും രാവിലെ തന്നെ അല്ലെങ്കിൽ തലേന്ന് തന്നെ വന്ന് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി അവർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഒരു 6:30 മണിയായപ്പോൾ നമ്മൾ പാഞ്ചാലിമേട്ടിൽ എത്തിയത്. 7:30 മണിയായപ്പോൾ പാഞ്ചാലിമേട്ടിൽ എത്തിയായിരുന്നു. വരുന്നവരെങ്കിൽ വലിയ ട്രാഫിക് ഒന്നും ഇല്ലാതെ വണ്ടി പെട്ടെന്ന് ഓടിഞ്ഞ് വന്നായിരുന്നു. അപ്പം ഈ പാഞ്ചാലിമേട് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പാഞ്ചാലിമേട്ടിലോട്ട് നമ്മുടെ വലിയ വണ്ടി ഒരു ഈ 17 സീറ്റ് മുകളിലോട്ടുള്ള ട്രാവലർ കൊണ്ടുവരാതിരിക്കുക. കാരണം ഇടുങ്ങിയ വഴിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കയറി വന്നു കഴിഞ്ഞാൽ. ഇതിന് മുന്നേ ഒരു ജംഗ്ഷനുണ്ട്, അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ജീപ്പിലോ മറ്റോ കയറി വരിക, അതായിരിക്കും നല്ലത്. വണ്ടി വന്നാൽ തിരിഞ്ഞ് കയറി പോകത്തില്ല. പിന്നെ ചില വണ്ടിക്കാർക്ക് കൊണ്ടുവരുന്നുണ്ട്, അതീവ റിസ്ക്കാണ്. അതിനെക്കാട്ടും നല്ലത് അവിടെ നിർത്തി ജീപ്പ് എടുത്ത് വരുന്നതാണ് നല്ലത്. പക്ഷേ റോഡൊക്കെ നല്ല റോഡാണ്. ഒരു വളവും തിരിവും ഉണ്ട്. വളവും തിരിവും ഉള്ളതിനാൽ ഈ 17 സീറ്റിന് മുകളിലോട്ടുള്ള വണ്ടികൾ വരുന്നത് ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ജീപ്പിൽ വരുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അവിടെ നിർത്തി അവിടെ നിന്ന് ജീപ്പിൽ കയറി വരിക. പിന്നെ നമുക്കിവിടെ എത്ര നേരം വേണമെങ്കിലും വന്ന് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമുക്ക് ഒട്ടും മടുപ്പൊന്നുമില്ല. കാറ്റും ഒക്കെ ആയിട്ട് നമ്മൾ കൂട്ടുകാരുമായിട്ടോ ഫാമിലിയൊക്കെ ആയിട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ. ഇപ്പം നമ്മുടെ ഗസ്റ്റിന് ഫുഡ് ഇവിടെ നിന്നല്ല, അടുത്ത സ്ഥലത്താണ് ഫുഡ്. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫുഡുമായിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ വന്ന് അമ്പലത്തിലേക്ക് തൊഴുകയോ തൊഴിലെങ്കിൽ ഇവിടെ വന്നിരുന്ന് കുറേ ഫുഡൊക്കെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് വേണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള രസമുണ്ട്. ഇറങ്ങി നടന്നും മുകളിൽ പോയിട്ട് മുകളിൽ റോപ്പ് വേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോപ്പ് വേയും ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പോയപ്പോഴത്തേക്ക് അതിനൊക്കെ വർക്ക് എന്തോ നടക്കുന്നതിനാൽ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് കാണാൻ പറ്റും, അവിടെയൊക്കെ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ പോണ വഴിയൊക്കെ കല്ല് പാകിയിരിക്കുന്ന നടക്കുന്നതിനുള്ള വേറെ തെന്നി വീഴും അങ്ങനെയുള്ള പ്രയാസമൊന്നുമില്ല. പക്ഷേ ഇത്തിരി ആയാസമാണ് നടന്ന് കയറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലത്തിലോട്ട് കയറി പോണ വഴിയാണ് ഈ കാണിച്ചിരുന്നത്. നമുക്ക് ഇവിടം വരെ വണ്ടി കൊണ്ടുവരാം. അമ്പലത്തിൽ കയറി പോണവർക്ക് ഇവിടം വരെ വണ്ടി കൊണ്ടുവരാം. ഇവിടെ കയറുന്നതിന് പാസ് 20-25 രൂപ മറ്റേ ഉള്ളൂ, ചെറിയ പാസേ ഉള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. ചില ചെക്കിങ്ങൊന്നുമില്ല, എന്നാലും പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. ഇനിയിപ്പോൾ പുതിയ നിയമപ്രകാരം ഇവിടെ 5 ലിറ്ററിന് താഴെയുള്ള കുപ്പികളിലൊക്കെ നിരോധിക്കുന്നതൊക്കെ പറയുന്നു. അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നൊന്നും അറിയത്തില്ല. ഞാൻ പോയ നല്ല 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 കാറ്റായിരുന്നു ഞാൻ പോയ സമയത്ത് കേട്ടോ. ഈ മുകളിലോട്ട് കാണുന്നതാണ് അമ്പലം. പിന്നെ നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് പോയിൻറ്റും. പിന്നെ അതിനൊക്കെ തന്നെ കുറേ കൽമണ്ഡപങ്ങൾ നമ്മൾ കന്യാകുമാരിയിലും അതേപോലെ തന്നെ ശംഖുമുഖത്ത് കാണുന്ന രീതിയിലുള്ള കൽമണ്ഡപങ്ങൾ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോഴത്തെ നിർമ്മിതിയാണെന്നാണ് പറയുന്നത്. പഴയ നിർമ്മിതികളല്ല, ഇപ്പോഴുള്ള നിർമ്മിതികളാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിഹാസപരമായി ഇതിന് പാഞ്ചാലിമേട്ടിൽ പല കഥകളുമുണ്ട്. അതിലൊരു കഥയാണ്
പാണ്ഡവന്മാർ വനവാസ സമയത്ത് പാഞ്ചാല രാജകുമാരിയായ ദ്രൗപദി ദേവിക്കായി ഇവിടെ വിശ്രമിക്കാനായിട്ട് ഒരു നിർമ്മിതി ഉണ്ടാക്കി എന്ന്. അതിനാൽ ഇത് പാഞ്ചാലി മേട് എന്നറിയപ്പെടുന്നു. അങ്ങനെയാണ് ഈ പേര് വന്നതെന്നും പറയുന്നത്. ഇപ്പോൾ ഈ പാഞ്ചാലി മേട് ഉള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. തൊട്ടടുത്ത മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ തേക്കടിയാണ്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് 190 കിലോമീറ്ററാണ് പാഞ്ചാലിമേട്ടിലോട്ട് വരുന്നത്. അത് മാത്രമല്ല, കടൽ നിരപ്പിൽ നിന്ന് ഏകദേശം 5000 അടി ഉയരത്തിലുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന പാഞ്ചാലിമേട്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് തന്നെയാണ്. സുന്ദരമായ വ്യൂ പോയിൻ്റാണ് പാഞ്ചാലിമേടിൽ ഏറ്റവും അതിമനോഹരം. പിന്നെ അതുപോലെ തന്നെ നിലവിൽ നമുക്ക് ഇതോടൊപ്പം തന്നെ കുറേ കുരിശുകൾ കാണാൻ പറ്റും. അത് കയ്യേറ്റക്കാർ സ്ഥാപിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അതിന് വേറെ ചരിത്രമായിട്ടൊന്നും ബന്ധമില്ല. അതെല്ലാം കയ്യേറ്റക്കാർ സ്ഥാപിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ ട്രെക്കിങ്ങിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. നല്ല ട്രെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നടത്താൻ പറ്റിയ പ്രദേശമാണ്. നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാമല്ലോ, ഇങ്ങനെ കുന്നും മലയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ മേഘങ്ങൾ വന്ന് ഇങ്ങനെ മലകളെ തഴുകി പോകുന്നതായിട്ട് നമുക്ക് തോന്നും. കണ്ണിനും ഭയങ്കര രസമുള്ള സ്പോട്ടാണ്. നമുക്ക് ഈ ആടുമ്പോൾ അറിയാമല്ലോ, നല്ല കാറ്റൊക്കെ. അതിനൊക്കെ തന്നെ രാവിലെ കുറേയേറെ പയ്യന്മാർ ഫോട്ടോ എടുക്കുന്നതിനും മറ്റുമായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഈ പാഞ്ചാലിമേട്ടിലെ ക്ഷേത്രത്തിൽ മകരസംക്രാന്തി ഉത്സവം ഭയങ്കര രീതിയിലാണ് നടത്തുന്നതെന്നാണ് കേട്ടത്. അപ്പോൾ നമ്മളവിടെ കണ്ടല്ലോ കുറേ മകര ആശ്രിതമാണ്. മകരം 1-ാം തീയതി നമ്മൾ പോകണം. അപ്പോൾ അന്ന് മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അയ്യപ്പഭക്തരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ താൽക്കാലിക കടകളൊക്കെ കുറച്ചുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി കുറേയേറെ ബോർഡുകളും കാര്യങ്ങളും ഒക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്.